ജീവിതം അങ്ങനെയാണ്. പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം പൂർണ്ണമായിരിക്കില്ല. പൂർണ്ണത കൈവരിക്കാനുള്ള ഓട്ടത്തിൻ്റെ ദൈർഘ്യം ഒരുപക്ഷെ നമ്മുടെ ആയുസ്സിനേക്കാളും കൂടുതലായിരിക്കാം. ജയത്തിൻ്റെയും തോൽവിയുടെയും സമ്മിശ്രമാണ് ജീവിതം. ജയത്തിൽ നാം നമ്മെ തന്നെ പുകഴ്ത്തുന്നു, എന്നാൽ തോൽവിയിലാകട്ടെ വിധി എന്ന കഥാപാത്രത്തിന് നാം രൂപം നൽകുന്നു. ഇത്തരത്തിൽ വാക്കുകൾ കൊണ്ടൊരർച്ചന നടത്താൻ എനിക്ക് വയ്യ. ഈ എഴുതുന്നത് എൻ്റെ അവസാന വരികളായതിനാലാണ് അല്പം സാഹിത്യാത്മകമാകട്ടെ എന്ന് വിചാരിക്കുന്നത്. അതെ, അവസാന വരികൾ. കാരണം ഞാൻ മരിക്കാൻ പോവുകയാണ്, അല്ല, ആത്മഹത്യക്കൊരുങ്ങുകയാണ്. Four, 66, 66, absolutely. Sir, 66. എന്താണ് ലേറ്റ് ആയത്? ഇത് സ്ഥിരം പല്ലവിയാണല്ലോ എൻ്റെ. ഇതൊന്നും ഇവിടെ നടക്കത്തില്ല. ഇയാൾ വേണേ കയറി അറ്റൻഡൻസ് ഒക്കെ തരാം. കയറിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഓരോ ദിവസം മെനക്കെടുണ്ടാകാൻ വേണ്ടി വന്നേക്കും. Sir. Sir, assignment. ആ, ഇപ്പോഴാണോ വെക്കുന്നേ? ഇതിപ്പോ 2 ദിവസമൊന്നും അല്ലല്ലോ, ഒരാഴ്ചയല്ലേ പറഞ്ഞിട്ട്. പെർസെന്റേജ് ഓർമ്മയുണ്ടോ? ഇങ്ങനെയാണോ ഇത് എഴുതാൻ പറഞ്ഞേ? ഇത് ഫോമാറ്റ് ആണോ? റീഡ് ദിസ് വൺ. അങ്ങനെ സമയമെങ്ങനോ തള്ളി നീക്കി. 4 മണി മുഴങ്ങി. കോളേജിൽ നിന്ന് രക്ഷപ്പെടാൻ പതിവ് ദിവസങ്ങളിൽ കാണിച്ച ഉത്സാഹം ഇന്നെനിക്കില്ലായിരുന്നു. ദുഃഖം മനസ്സിനെ പാശത്താൽ ബന്ധിച്ചു കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ സെമ്മിലെ റിസൾട്ട് ഉടനെ വരും എന്ന വാർത്ത അറിഞ്ഞതാവാം ഈ മനോവൈകല്യത്തിനു കാരണം. എന്തെന്നാൽ ആ ഫലത്തിൻ്റെ ആഗമനത്തോടെ ഞാനൊരു സപ്ലിക്കാരനാകും. പിന്നീടുള്ള അഡ്വൈസറിൻ്റെയും വീട്ടുകാരുടെയും ശകാരം. വയ്യ, എനിക്ക് വയ്യ. എൻ്റെ സഹനശേഷി പൂർണ്ണമായും നഷ്ടപ്പെടുന്നത് പോലെ. ചുറ്റും പഴികളും കുറ്റപ്പെടുത്തലുകളും മാത്രമേ ഞാൻ കേൾക്കുന്നുള്ളൂ. സന്തോഷം ഞാൻ അറിഞ്ഞനുഭവിച്ചിട്ട് കാലങ്ങളേറെയായി. എൻ്റെ മുന്നിലുള്ള ചോദ്യത്തിന് ഉടൻ തിരശീല വീഴാൻ പോകുന്നു. വിശ്വത്തെ ജയിക്കാൻ വീരനാകണമെന്നുണ്ടോ? ഉള്ളിലെ വികാരാന്തരീക്ഷങ്ങൾ വാക്സീമകൾ കടന്നു. മനസ്സിൻ്റെ ചാഞ്ചല്യം ശരീരത്തെ തളർത്തുന്നത് പോലെ, കാണുന്ന കാഴ്ചകളിലെല്ലാം മരണം മണക്കുന്നത് പോലെ. ദിനം പ്രതി കാണുന്ന കാഴ്ചകൾ അന്നെന്നിൽ നൂതന അനുഭൂതി ഉളവാക്കി. ചുറ്റും കണ്ട വാഹനങ്ങളിൽ ഞാനന്നു അവനെ കണ്ടു. ജീവൻ്റെ തുടിപ്പിനെ കാന്തിയെടുക്കുന്നവൻ. അനന്തമായ പാളവും തീവണ്ടിയും എൻ്റെ മനസ്സിൻ്റെ ശൂന്യമായ അന്തരീക്ഷത്തിലേക്ക് തുളച്ചുകയറി.
ഇത്തരത്തിൽ ഈ ചെറു തിരിഞ്ഞുനോട്ടം പര്യവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. എന്നാൽ വിധിയായിരിക്കാം അപ്പോൾ എൻ്റെ തൂലികയിലെ മഷി തീർത്തതും അതുമൂലം എൻ്റെ കഴിഞ്ഞ കാലത്തിലേക്ക് ഞാൻ ആഴത്തിൽ ഇറങ്ങിയതും. ഏതോ അദൃശ്യ ശക്തി എന്നെ അതിലേക്ക് തള്ളിയിട്ടു എന്ന് പറയുന്നതാവും ശരി. നീ എന്താ കളിക്കാൻ പറയുന്നേ? ഒന്നുമില്ലടാ, ഞാനൊരു കവിത അങ്ങ് ഓർക്കായിരുന്നു. നീ ഇവിടെ ഇരിക്കേ, ഞാൻ ചൊല്ലിത്തരാം. നാളുകൾ മായുന്നു, നീലാകാശവും കാണിക്ക വെച്ചങ്ങ് പോന്നു. ഉള്ളിടം തേങ്ങുന്നു നഷ്ടസ്വപ്നങ്ങളും, പിന്നിതം മാറിടം പുൽകി. എങ്ങനെയുണ്ടാ? സൂപ്പർ. ഒരു സെൽഫി എടുത്ത്. ഓക്കെ. സൂപ്പറായിട്ട്. എടാ ഇതുപോലത്തെ ഒരു പിക്ക് ഒരു 10 വർഷം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്ന് എടുക്കണ്ടേ? എടാ ഒരു 10 വർഷം ശേഷം നമ്മളൊക്കെ ആരാവൂടാ? ഞാൻ എന്തായാലും ഒരു എഞ്ചിനീയർ ആവാൻ പോവാ. ഞാൻ ഒരു ടീച്ചറോ? ഞാനൊരു ഡോക്ടറാവും, അത് ഉറപ്പാ. ശരിയാ. പിന്നെ നീ എന്താവും? ഞാൻ ആക്ടർ. നീയോ ആക്ടറോ? നടക്കുന്ന കാര്യം പോലെ പറഞ്ഞു. എന്താ, എനിക്ക് അഭിനയിക്കാൻ അറിയത്തില്ലേ? ഒന്ന് പോടോ. നീ എന്താവും? എനിക്ക് ആ പതയോർന്ന തിരമാലകളുടെ ചുവന്ന നിറം തൂകിയ സൂര്യൻ്റെ ഓരോ പാദങ്ങൾക്കുമുള്ള അച്ചെടുക്കുന്ന ഈ മണൽ തരികളുടെയൊക്കെ മനസ്സ് തൊട്ടറിയുന്നൊരു സാഹിത്യകാരനായാൽ മതി. പോ. മോനെ, നീ വിഷമിക്കാതെ. നിന്റെ കരച്ചിൽ കാണാനുള്ള ശേഷി ഈ അച്ഛനില്ല. നിനക്ക് സാഹിത്യത്തിൽ കഴിവുണ്ട്. എന്നാൽ കഥകളും കവിതകളും എഴുതി നിനക്കൊരു കുടുംബം പോറ്റാൻ പറ്റുമോ? ഇനിയുള്ള കാലം ഈ അച്ഛന് കൂലിപ്പണി ചെയ്യാനാകില്ല. കുറച്ച് പേരുടെയെങ്കിലും മുന്നിൽ എൻ്റെ മകനൊരു എൻജിനീയറാണെന്ന് പറഞ്ഞ് അഭിമാനത്തോടെ കണ്ണടയ്ക്കാനാണ് എനിക്കിഷ്ടം. പോട്ടടാ, വാ ഭക്ഷണം കഴിക്കാം. അച്ഛൻ്റെ വികാരനിർഭരമായ പെരുമാറ്റം എന്നെ മറ്റൊരു സ്മരണയിലേക്കാണ് നയിച്ചത്. നിറപുറ്റ എൻ്റെ അമ്മയുടെ ചിത്രം. നേരായ പാത എനിക്ക് കാട്ടിത്തന്ന എൻ്റെ പ്രിയ അമ്മ. ഓരോ ചുവടുകളും സൂക്ഷ്മതയോടെ വെക്കാൻ എന്നെ പഠിപ്പിച്ച അമ്മ. ഈ പ്രപഞ്ചം തന്നെ സാംശീകരിക്കുന്ന ഏകവാക്ക് അമ്മ. പൂവും പുഴയും മരവും പ്രകൃതിയും എന്നിൽ അലിയാൻ കാരണം ഈ അമ്മ. എന്നാൽ ആ ശക്തി ഇന്ന് പ്രപഞ്ചത്തിൽ ലയിച്ചു ചേർന്നിരിക്കുന്നു. കണ്ണീരോർമ്മകൾ ബാക്കിയാക്കി എന്നെ ഏകനാക്കി അകന്നുപോയോ അമ്മേ? ഇല്ല, ഒരിക്കലുമില്ല. ആത്മഹത്യ എന്ന എൻ്റെ നിലപാട് ആ അമ്മയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. ഒപ്പം
എൻ്റെ അച്ഛനോടും. സാർ, the meeting is ready. ഓക്കെ ഫൈൻ. എത്ര സുന്ദരമീ തിരിഞ്ഞു നോട്ടം. വിശ്വത്തെ ജയിക്കാൻ ഞാൻ വീരനായില്ല, ആയുധവും തേടിയില്ല, മറിച്ച് തൂലിക ചലിപ്പിച്ചു അജ്ഞാത വഴികളിലൂടെ, മനസ്സിൻ്റെ അകക്കോണുകളിലൂടെ. ആ ചലനം ഫലവത്താവുകയും ചെയ്തു. അതിനൊരുദാഹരണമായി ഈ തിരിഞ്ഞു നോട്ടം.